നരേന്ദ്രമോദി ഗവൺമെൻറ്, എൻ ഡി എ ഗവൺമെൻറ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇതൊരു കോർപ്പറേറ്റ് RSS കോമ്പിനേഷൻ ഗവൺമെൻറ്റാണത്. RSSൻ്റെ അല്ലെങ്കിൽ BJP ഉയർത്തുന്ന വെല്ലുവിളി ഏതെങ്കിലും മതന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമല്ല അത്. ഇത് ഇന്ത്യയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ ജനാധിപത്യ ബോധമുള്ള എല്ലാ മനുഷ്യർക്കിടയിലും വലിയൊരു ആശങ്ക ഉണ്ടാക്കിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏത് വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പ്രയോറിറ്റി മീഡിയകളും കൂടി നിശ്ചയിക്കേണ്ടതാണ്. കുറേ പൈങ്കിളി കഥകളും ഓരോ കാര്യങ്ങളും ആണ് കൂടുതലായിട്ടും അവർ കൊണ്ടുവരുന്നത്. അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ഈ നിഷ്കളങ്കമായിട്ടുള്ള പത്രപ്രവർത്തനം എന്നല്ലത്. മറ്റേ BJPയിലേക്ക് പോയാൽ പകരം മുരളീധരനെ കൊണ്ടുവരിക എന്നുള്ളതല്ല അതിന് മറുപടി എന്ന് പറയുന്നത്. അത് ഗുണത്തേക്കാൾ അവർക്ക് ദോഷം ചെയ്യുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ BJP സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചിട്ട് സീറ്റ് പിടിക്കുക വേണ്ടത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു സീറ്റും കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് ഇന്ത്യ മുന്നണിക്ക്. അപ്പോൾ ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്ന ഉറപ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വന്നിട്ട് മത്സരിച്ചിട്ടാണ് അദ്ദേഹം അവിടെ വരാൻ പോകുന്നത്. ദേശീയ തലത്തിൽ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും അവർക്ക് ഏറ്റവും കൂടുതൽ ത്രെട്ട് ഉണ്ടാക്കുന്നത് ലെഫ്റ്റാണെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ലെഫ്റ്റിൻ്റെ സാന്നിധ്യം വേണമെന്ന് ഇവിടുത്തെ മതേതര വിശ്വാസികൾക്ക് തോന്നുന്നതിൻ്റെ കാരണം അതാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ജനവികാരം കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ. യഥാർത്ഥത്തിൽ അങ്ങനെ ജനവികാരം എതിരാവത്തക്ക വിധത്തിൽ കേരള ഗവൺമെൻറ് അത്ര മോശപ്പെട്ട ഗവൺമെൻറ് അല്ല. ഇപ്പോൾ ഗവൺമെൻറ്റിനെ വിമർശിക്കാം, പക്ഷെ ആ വിമർശനമല്ല ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിനെ അസാസിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ക്യാരക്ടർ അസാസിനേഷനാണ് നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വിലയിരുത്തൽ എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോട് വിരോധമല്ല ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു റിവഞ്ചൊന്നും ഇല്ല ജനങ്ങൾക്ക്. ഞങ്ങളോട് പരിഭവമുണ്ട് ജനങ്ങൾക്ക്. പരിഭവങ്ങളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പൈസ കൊണ്ട് കിട്ടുന്ന ഒരു 6 ലക്ഷം ആൾക്കാർക്ക് സെൻട്രൽ ഗവൺമെൻറ് പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല. 400 രൂപ വെച്ചിൽ സെൻട്രൽ ഗവൺമെൻറ് പൈസ വീഴ്ക്കുന്നുണ്ട്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അതാരെങ്കിലും മീഡിയ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഏത് വിധേനയും അവരെ ഡിമോറലൈസ് ചെയ്യുക എന്നുള്ള രീതി ഈ കേരളത്തിലുണ്ട് എന്നുള്ള സത്യമാണ്. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ബാക്കിയുള്ളൂ. തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത് എല്ലാവരും നോക്കുന്ന പല കാരണങ്ങൾ കൊണ്ടും രാഷ്ട്രീയമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ഭയങ്കര പ്രാധാന്യം വന്നിട്ടുള്ള ഒരു മത്സരം കൂടിയിട്ടാണ്. സുരേഷ് ഗോപിയുടെ ഈ പറയുന്നത് പോലെ മുരളീധരൻ ഇവിടത്തേക്ക് അവസാന നിമിഷം വരുന്നു. അങ്ങനെ പലതരത്തിൽ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ആണ് തൃശ്ശൂർ മണ്ഡലത്തിലേത്. പ്രചാരണം ഒക്കെ ഈ വഴിക്ക് കുറേ മുന്നോട്ട് പോയ സ്ഥിതിക്ക് എന്താ ഇപ്പോൾ തോന്നുന്നത്? എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള അന്തരീക്ഷം? തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും വലിയ കോൺഫിഡൻസ് ഉണ്ടാവുന്ന തരത്തിലാണ് പ്രചരണങ്ങൾ മുന്നോട്ട് പോയപ്പോഴുള്ള അനുഭവം. കാരണം ഞാനിപ്പോൾ 4ാമത്തെ ഇലക്ഷനിലാണ് മത്സരിക്കുന്നത്. 3 തവണ അസംബ്ലിയിൽ മത്സരിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ളത് നമുക്ക് പെട്ടെന്ന് നമുക്ക് അസസ് ചെയ്യാൻ നമുക്ക് കഴിയും. അങ്ങനൊരു അനുഭവം കൂടി എനിക്ക് ഈ മനസ്സിലായതനുസരിച്ച് നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉറപ്പായിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു നല്ല പ്രതീക്ഷയുള്ളത്. അതായത് NDA കേരളത്തിലെ എന്താ പറയുക, അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 1-2 സീറ്റുകളിൽ ഒന്നും കൂടിയിട്ടാണ് തൃശ്ശൂർ. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പ്രചാരണത്തിന് വരുന്നു. അതിനു മുമ്പേ തന്നെ അതിനുള്ളൊരു ഗ്രൗണ്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ പലതരത്തിൽ അത് പിടിക്കുക എന്നുള്ള ഒരു സംഗതി. എന്ന് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28% വോട്ട്, 7% വോട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക്കായിട്ട് തോന്നുന്നുണ്ടോ? അതിൽ ഈ കഴിഞ്ഞ തവണ 27% വോട്ട് NDA സ്ഥാനാർത്ഥി പിടിച്ചു എന്നുള്ളതൊരു ഫാക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇത്തവണ 27% കിട്ടുമെന്നുള്ളത് സംശയമായിരിക്കും. എന്നാലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല അവരെ സംബന്ധിച്ചുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ BJP കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പിൻബലത്തിലാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി NDA സ്ഥാനാർത്ഥിയെ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി NDA മാത്രമല്ല
ഒരുപാട് മീഡിയകൾ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ത്രികോണ മത്സരം തോന്നലുണ്ടാക്കിപ്പിക്കുന്നുണ്ട്. എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അത് പല രീതിയിലുള്ള ഇപ്പോൾ സ്റ്റോറികളായിട്ടും അതുപോലെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു തരം പ്രത്യേക രീതിയിൽ എന്തോ ഒരു സംഭവം പോലെ കൊണ്ടുവരാനുള്ള ശ്രമം അവർ നടത്തി. അങ്ങനെ പിൻബലം അവർക്കുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ അവർ സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ എന്ന് പറയുന്നത് അവർ ആ രീതിയിലേക്ക് ഫ്രെയിം ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായത്. ഇതൊക്കെ അവർക്ക് ദേശീയ തലത്തിൽ തന്നെ ഒരു താല്പര്യമുള്ള സീറ്റാണെന്ന് മീഡിയകൾക്ക് പോലും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ സപ്പോർട്ട് അവർ നന്നായിട്ട് മേടിച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷെ അത് മാത്രം കൊണ്ട് നമുക്കൊരിക്കലും ഒരു ഗ്രൗണ്ടിൽ വിജയിക്കണം എന്നില്ല. അത് ജനങ്ങൾ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു വലിയൊരു പിൻബലമാണ് അവർക്ക് ഈ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ഏത് രീതിയിലുള്ള ഇനിയിപ്പോൾ 10 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ, എങ്ങനെയൊക്കെയാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതൊന്നും നമ്മൾ ഭയപ്പെടുന്നില്ല. അതിപ്പോൾ എങ്ങനെയായാലും നമുക്ക് അതിനെപ്പറ്റി ആത്യന്തികമായിട്ട് ജനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് മറ്റൊന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഭയപ്പാടുകളൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവരുടെ പിറകിലൊരു പവർ എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. അതിൻ്റെ പിൻബലത്തിൽ അവർ എന്തും ചെയ്യാനുള്ള പലതും അവരുടെ കയ്യിലുണ്ട്. ഏതായാലും അവരുടെ ഭാഗത്തു നിന്നുള്ള പിന്നെ BJPയുടെ നേതൃത്വത്തിൽ NDA പ്രവർത്തനത്തെക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മീഡിയകൾ ഒരു എക്സസ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് നമുക്കുണ്ട്. ഇപ്പോൾ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിലുള്ള ഒരു കാര്യത്തേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പൊതുപ്രവർത്തകരാണല്ലോ എല്ലാവരും. ഒരു ഇലക്ഷൻ്റെ ഫ്രെയിമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളൊരു സംഗതി ജനാധിപത്യത്തിൽ പ്രൊപ്പോർഷനേറ്റായിട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങൾ കാണിക്കേണ്ട ചില മര്യാദകളാണ്. അത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് അനർഹമായ പ്രാതിനിധ്യം. അനർഹം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു വിധേയത്വം അവർ കാണിക്കുന്നുണ്ട്. എല്ലാ മീഡിയ ഒരുപോലെ എന്നല്ല ഞാൻ പറയുന്നത്, ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവാം. പക്ഷേ ആത്യന്തികമായിട്ട് അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അല്ലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൊരു ഹൈപ്പിൻ്റെ പുറത്തല്ല ഇപ്രാവശ്യം അവർ കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെയും അതുപോലുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ചില തന്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള സമയമാണല്ലോ. അപ്പോൾ അത് മറികടക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ ഗ്രൗണ്ടിൽ നടത്തുന്നുണ്ട്. ഞാനത് പറയുന്ന പൂർണ്ണമായിട്ടും ഞങ്ങൾ വലിയ ഓർഗാനിക്കായ രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഒരു അതിൻ്റെ പ്രൊപ്പഗൻഡ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ നന്നായിട്ട് അറിയാം. അതിൻ്റെ ഒരു രീതികളറിയാം. പക്ഷെ അതിനേക്കാൾ ഉപരി നാച്ചുറലായിട്ടുള്ള രീതികളുണ്ട്. നമുക്ക് നമ്മുടേതായ രീതിയിൽ വളരെ നൈസർഗികമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ചില പ്രൊപ്പഗൻഡകളുണ്ട്. അതിന് നമുക്ക് അവരെക്കാൾ കൂടുതൽ നമുക്കിവിടെ കഴിയും. ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തും ചെയ്യാൻ ശേഷിയുള്ള സമഗ്രാധിപത്യം എന്ന് തന്നെ പറയാവുന്ന ഒരു കേന്ദ്ര ഭരണമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം പലതരത്തിൽ അർത്ഥത്തിൽ ഭീതിയിലുമാണ്. ജനാധിപത്യത്തിന് എന്ത് സംഭവിക്കും, പാർലമെൻറ്റിന് തന്നെ എന്ത് സംഭവിക്കും, കോടതിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്ക ജനാധിപത്യബോധമുള്ള എല്ലാ മനുഷ്യരിലും ഉണ്ട്. എന്തുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി നരേന്ദ്രമോദി സർക്കാർ വരരുത് എന്നാണ് വിചാരിക്കുന്നത്? അതായത് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് NDA ഗവൺമെൻറ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇതൊരു കോർപ്പറേറ്റ് RSS കോമ്പിനേഷൻ ഗവൺമെൻറ്റാണത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ NDA നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അല്ലത്. ഇതിന് 2 രീതിയിലാണ് ഇതിന് കാണേണ്ടത്. ഒന്ന്, ഇതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അവരുടെ രീതി എന്ന് പറയുന്നത് തികച്ചും ഒരു മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ നയം എന്ന് പറയുന്നത് 100% കോർപ്പറേറ്റിന് കീഴ്പ്പെട്ടിട്ടുള്ളൊരു നയമാണ്. ഇത് തമ്മിലുള്ള കൂട്ടുകെട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ കൂട്ടുകെട്ട് അലയൻസാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരിടേണ്ടി വരുന്നൊരു
സംഗതി. അപ്പം ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതിനോടൊപ്പം ഒരു കോർപ്പറേറ്റ് രാഷ്ട്രമാണ് ശരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന BJP RSS തന്നെ ഇവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് ഒരു മതരാഷ്ട്രമായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ദുരന്തങ്ങളുടെ വിവരണാതീതമായ ദുരന്തങ്ങളായിരിക്കും. കാരണം ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് വിവിധ മതന്യൂനപക്ഷങ്ങളും പിന്നെ ഭൂരിപക്ഷ ജനവിഭാഗത്തിൽപ്പെട്ടുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്ന അധസ്ഥ ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഭീതി എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഒന്ന് സമൂഹത്തിലൊരു അരക്ഷിതബോധം ഉണ്ടാവും. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇപ്പം തന്നെ അത് വളരെ വലിയ. ഇപ്പം ഞാനൊക്കെ പോകുമ്പോൾ ഈ മതന്യൂനപക്ഷത്തിലുള്ള പല ആളുകളും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആൾക്കാരും അവരുടെ ഭീതി നമ്മുടെ ഒരു വാക്കുകളിൽ കാണാൻ വേണ്ടി പറ്റും. അവർക്കൊരു തരം ഭയപ്പാട് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത്. ഇതൊരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമുള്ളതല്ല. രാജ്യത്തെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന നമ്മൾ വിചാരിക്കുന്ന പോലെ RSSൻ്റെ അല്ലെങ്കിൽ BJP ഉയർത്തുന്ന വെല്ലുവിളി ഏതെങ്കിലും മതന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമല്ലത്. ഇത് ഇന്ത്യയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ ജനാധിപത്യബോധമുള്ള എല്ലാ മനുഷ്യർക്കിടയിലും വലിയൊരു ആശങ്ക ഉണ്ടാക്കിയുള്ളൊരു കാര്യമാണ്. ആ ആശങ്ക വോട്ടായിട്ട് മാറിക്കഴിഞ്ഞാൽ BJPക്ക് ജയിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ. അത് ഇന്ത്യയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ BJPക്ക് അങ്ങനെ അതിനെ കവർ ചെയ്യാനുള്ള ശക്തി BJPക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഒന്ന്, BJP അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള 47 ശേഷം നമ്മുടെ ബിൽഡപ്പ് ചെയ്തെടുത്തിട്ടില്ല. നമുക്ക് ഒരുപാട് പിന്നെ പിറകോട്ടടികളൊക്കെ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ബോധം ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നു. പലപ്പോഴും ഭരണഘടനയെ വയലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് അത് ഭരണഘടനാപരമായി തന്നെ അതിനകത്തൊരു പ്രൊവിഷൻ ഉണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ. അതും കൂടി നമ്മൾ കാണേണ്ടതാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ നമ്മുടെ ഭരണഘടന തന്നെ അതിന് ഇത് കൊടുക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും നമ്മുടെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാനൊക്കെയുള്ള പിന്നെ വകുപ്പ് നമ്മുടെ ഭരണഘടനയ്ക്കകത്തുണ്ട്. അത് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അത് ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അല്ല, അപ്പോൾ അതിലൊരു പ്രശ്നം, ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഭരണഘടനാ പ്രൊവിഷൻ അനുസരിച്ച് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന സംഗതിയാണ് ഉണ്ടായതെങ്കിൽ ഈ BJPക്ക് RSSന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടന തന്നെ ഇപ്പം തന്നെ ഭരണഘടനയെ അവർ വെറും നോക്കുകുത്തിയാണ്. ശരിക്കും പറഞ്ഞാൽ BJPയുടെ കാലത്ത് മരിച്ച ഭരണഘടനയാണ്. ഭരണഘടന എന്ന് പറയുന്നത് ഒരു ചത്ത കുതിര പോലെ ഇരിക്കുന്ന ഒരു സംഗതിയാണ് ഭരണഘടന. ഇവിടെ ഭരണഘടനയ്ക്ക് എന്താണ് ഇപ്പോൾ അവർ വില കൽപ്പിക്കുന്നത്? ഭരണഘടനാപരമായിട്ടാണോ നിയമങ്ങൾ നിർമ്മിക്കുന്നത്? ഭരണഘടനാപരമായിട്ടല്ല പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നത്. ഒരു ജനാധിപത്യവുമില്ല, ഒരു തരത്തിലുള്ള പിന്നെ പ്രതിപക്ഷ ബഹുമാനമില്ല. ടോളറൻസ് ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇപ്പം തന്നെ ഭരണഘടന പ്രതിസന്ധിയിലാണ്. അപ്പോൾ അവർ ഭരണഘടനയുടെ വേര് അറുത്ത് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ടൈം അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തട്ടിയിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ റഷ്യൻ റവല്യൂഷൻ ഉണ്ടായപ്പോൾ ലോകത്ത് മുഴുവനും ഒരു വലിയൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്, ആൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ സാഹിത്യത്തിലും പിന്നെ ചിത്രരചനയിലും കലകളൊക്കെ അത് സ്വാധീനിച്ചു. അത് നമ്മുടെ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതിൽ ജനങ്ങളുടെ മൈൻഡ് സെറ്റിലാണ് ആദ്യം ഒരു റവല്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. മനസ്സിനകത്താണ് ആദ്യം റവല്യൂഷൻ നടക്കുന്നത്. അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഏതൊരു ലോകത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളിലും പോസിറ്റീവ് ചേഞ്ചസിൽ അത് സംഭവിക്കുന്നത്. സാമൂഹികമായിട്ട് പാകപ്പെട്ടിരുന്നു. അല്ല, അത് പാകപ്പെടുന്ന ആദ്യം നമ്മുടെ മനസ്സിലാണല്ലോ ആദ്യം ഈ വിപ്ലവ ചിന്തകളും പുരോഗമനാശയങ്ങളും ഉടലെടുക്കുമ്പോഴാണ് ഒരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതേ കാര്യം നമുക്ക് ഈ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജനതയുടെ മൈൻഡ് സെറ്റ് നെഗറ്റീവായിട്ട് പ്രതിലോമകരമായിട്ട് രീതിയിലേക്ക് മാറ്റമുണ്ടായത്. അതുകൊണ്ട് വലിയ സപ്പോർട്ട് ഹിറ്റ്ലർക്കും മുസോളിനിക്കും ജർമ്മനിയിലും ഇറ്റലിയിലൊക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി.
അവർ ആസ്വദിക്കുകയായിരുന്നു. അയാൾ ചെയ്യുന്ന അധികാരത്തെ അവർ വേറെ രീതിയിൽ, അതായത് അധികാരത്തിൻ്റെ ഭരണാധികാരിക്ക് മാത്രമല്ല അധികാരം കിട്ടുന്നത്, ഭരണാധികാരിയുടെ ഒരു വംശീയമായിട്ടുള്ള അയാളോട് ചേർന്ന് നിൽക്കുന്നവർ മുഴുവനും ആ അധികാരത്തിൻ്റെ ആസ്വദിക്കാവുന്ന രീതിയിലേക്കും അതിൻ്റെ മൈൻഡ് സെറ്റിലേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സെയിം രീതിയാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ വളരെ വലിയ തോതിൽ ഒരു മാനസികമായ രീതിയിൽ തന്നെ ഇപ്പം ഒരു മുസ്ലിം അല്ല ഹിന്ദു എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടർക്കിടയിലുണ്ടാവുന്നൊരു വേർതിരിവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മൈൻഡ് സെറ്റിൽ തന്നെ ഒരു മാറ്റം ഈ 10 കൊല്ലം ഡിവൈഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു പോസിറ്റീവായ ചേഞ്ചസിനും സംഭവിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ളൊരു മാറ്റമാണ്. ഇത് വളരെ പ്രതിലോമകരമായിട്ടുള്ള മാറ്റത്തിനും ഇതേ കാര്യം തന്നെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഈ 10 കൊല്ലം കൊണ്ട് BJP ചെയ്തിട്ടുള്ളൊരു RSS ചെയ്തിട്ടുള്ളൊരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഈ ഒരു മതരാഷ്ട്ര സ്ഥാപനത്തിന് അനുകൂലമായ രീതിയിൽ ജനതയുടെ മനസ്സിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ച് അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു പരിധി വരെ അവർ കുറേ സംസ്ഥാനങ്ങളിലെങ്കിലും അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്തിൽ സൗത്ത് ഇന്ത്യയിലാണ് അവർക്ക് ആ മൈൻഡ് സെറ്റിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ പറ്റുക. അതിന് ഹിസ്റ്റോറിക്കലായിട്ട് അതിനുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിച്ചല്ലോ, ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഈ മൈൻഡ് സെറ്റ് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ രാജ്യത്തൊരു ഒരു മതേതരമായൊരു മൈൻഡ് സെറ്റിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സത്യസന്ധമായ രീതിയിൽ ജനങ്ങളിലേക്ക് ഒരാശയം നമ്മൾ ചെലുത്താൻ കഴിയുന്ന രീതിയിലൊരു ക്യാമ്പയിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമേ ഇവിടെ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ജനങ്ങൾക്ക് തോന്നണം ഇതിനകത്ത് അപകടം ഉണ്ടെന്നും ഇത് അപകടത്തിലേക്കാണ് എത്തുക എന്നുള്ളതും. നമ്മുടെ ജനറേഷനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലത്. നെക്സ്റ്റ് ജനറേഷനാണ് ഇതിൻ്റെ കെടുതി അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ വികസനം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രൊപ്പഗൻഡ, സത്യം പറഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രൊപ്പഗൻഡ നടത്തിക്കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് തോന്നിപ്പിക്കലാണ്. അത് ഇവരുടെ ഒരു രീതി ഉണ്ടല്ലോ, നുണകളുടെ ഒരു എന്താ പറയുക റിപ്പബ്ലിക് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ നമ്മളാരും ചർച്ച ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വിലക്കയറ്റം, ആരാണ് വിലക്കയറ്റത്തിൻ്റെ ഉത്തരവാദികൾ? ആരെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഈ പെട്രോളിയത്തിൻ്റെ വില വർദ്ധിക്കുന്നു, ഡീസലിൻ്റെ വില വർദ്ധിക്കുന്നു, കുക്കിംഗ് ഗ്യാസിൻ്റെ വില വർദ്ധിക്കുന്നു, മരുന്നിൻ്റെ വില എത്ര ശതമാനം വർദ്ധിച്ചു എന്നാണ് വിചാരം? നമ്മുടെ ജീവൻ രക്ഷാ മരുന്നിൻ്റെ വില എത്ര ശതമാനം വർദ്ധിച്ചു എന്നാണ് വിചാരം? അപ്പോൾ ജനൌഷധി എന്ന് പറയുന്നൊരു പദ്ധതി മുന്നിൽ വെച്ചിട്ട് മരുന്ന് വ്യാപാരത്തിന് മുഴുവനും ഒരു മുമ്പിൽ നിർത്തുന്ന ഒരു പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ജീവൻ രക്ഷാ മരുന്നുകൾ മുഴുവനും വൻതോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകളുടെ കാര്യത്തിൽ മാത്രമല്ല, സകല സാധനങ്ങളുടെ വില വൻതോതിൽ വർദ്ധിച്ചു. അപ്പോൾ കോർപ്പറേറ്റ്സിന് വൻതോതിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് വാക്സിനേഷൻ്റെ കാര്യത്തിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഇത്രയും ലോകത്തിലെ ഏറ്റവും മികച്ച വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പൊതുമേഖലാ സ്ഥാപനം ഉണ്ടായിട്ട് പോലും നരേന്ദ്രമോദി ചൂസ് ചെയ്തത് പ്രൈവറ്റ് കമ്പനിക്കാണ്. അപ്പോൾ ആ പ്രൈവറ്റ് കമ്പനിക്ക് 10,000-കണക്കിന് കോടി ഡോളർ അവർക്ക് സമ്പാദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു രോഗാവസ്ഥയെ പോലും ഉപയോഗപ്പെടുത്താൻ അവർക്കൊരു മടി ഉണ്ടായിട്ടില്ല. ഇതൊന്നും ജനങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്ന രീതിയിലല്ല. ഈ ജനങ്ങളെന്ന് പറയുന്ന എവിടെ ഡിസ്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? മീഡിയ വഴിയാണ് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലേ? മീഡിയ മുഴുവൻ വാങ്ങിക്കഴിഞ്ഞാൽ മീഡിയകളാണല്ലോ ഡിസ്കഷൻ ഉണ്ടാക്കുന്നത്, അല്ലാതെ ജനങ്ങൾ സ്വയം ഡിസ്കഷൻ എവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ അത് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു തരത്തിലുള്ള ഇതൊന്നൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ടല്ല വരുന്നത്. പോട്ടെ, ഈ പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോൾ എന്തായിക്കൊള്ളട്ടെ, മതം ഒരു മാനദണ്ഡമായി നിശ്ചയിച്ചുകൊണ്ട് പൗരത്വം നിശ്ചയിക്കുക എന്ന് പറയുന്നത് ബേസിക്കലി അത് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരത് പിന്നെ പാസ്സാക്കിയെടുത്തു. ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഡിസ്കഷൻ വന്നിട്ടുണ്ടോ? അതിനെ ബാധിക്കുന്ന എത്ര ദുർബലമായി പോയി, എല്ലാം വളരെ റെസിസ്റ്റൻസ് ഇല്ലാതെ പോയൊരു കാര്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ അക്കൗണ്ട് മരവിപ്പിച്ചു. അത് സാധാരണ ഒരു സംഭവം പോലെ മാത്രമല്ല സംഭവിച്ചുള്ളൂ. വലിയൊരു ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പോൾ കർഷക സമരം ഇതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ്റെ ഇടയിൽ വലിയ കർഷക സമരം നടക്കുന്നത് എവിടെയെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ട്? ആരാ കേൾപ്പിക്കേണ്ട ആൾക്കാരാണ്? മീഡിയ. മീഡിയ അത് മറച്ചു വയ്ക്കുന്നതുകൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ല. ഇങ്ങനെ ഇന്ത്യയിൽ നടക്കുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്. ഇതിപ്പോൾ ഒരു മുഖ്യമന്ത്രി ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു.
മണിപ്പൂരിൽ ഇത്രയും കാലമായിട്ട് കലാപം നടന്നുകൊണ്ടിരിക്കുന്നു. ആ കലാപത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ 5000 തോക്കുകൾ പോലീസിൻ്റെ കയ്യിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഒരു ലാത്തി പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ? ഒരു എന്താ പറയുക, പിന്നെ ഒരു ലോ ആൻഡ് ഓർഡറുള്ളൊരു സ്ഥലത്ത് നടക്കുന്ന കാര്യമാണോ? അപ്പോൾ സ്റ്റേറ്റ് സ്പോൺസേഡായിട്ടൊരു വംശീയ കലാപത്തിൻ്റെ അവസ്ഥ സൃഷ്ടിച്ചിട്ട് പോലും നമ്മുടെ രാജ്യം ആ അർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ അവിടുത്തെ വംശീയ പ്രശ്നമാണോ അതല്ല ക്രൈസ്തവരുടെ പ്രശ്നമാണോ എന്നുള്ള ഡിസ്കഷനാണ് നടക്കുന്നത് തന്നെ. സ്റ്റേറ്റ് സ്പോൺസേർഡ് ആണെന്നുള്ള രീതിയിലല്ല. മാത്രമല്ല എല്ലാവർക്കെതിരെ കേസെടുക്കുന്നു. ഇതൊക്കെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ചർച്ചാ വിഷയമാക്കി മാറ്റാനല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തന്നെ കരുവന്നൂർ വിഷയം ചർച്ച ചെയ്യണമെന്ന് വെച്ചാൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ഇവിടെ ഒരു ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ്. ഈവൻ ഇവിടുത്തെ കോൺഗ്രസ് പോലും ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ ചെറിയ ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യണം. അതിന് കൃത്യമായ രാഷ്ട്രീയം അവർക്കുണ്ട്. മീഡിയകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. മീഡിയകൾ അതിൻ്റെ പിന്നിലുള്ള ആ കാര്യങ്ങളിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണല്ലോ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു ഇലക്ഷൻ വർക്കിന് വേണ്ടി നമ്മൾ ദേശീയ രാഷ്ട്രീയമായിട്ട് പോകുമ്പോൾ എൻ്റെ റോഡ് കേടായി കിടക്കുന്നു. സാധാരണക്കാരൻ നമ്മളോട് ചോദിക്കുക, സഖാവേ നമ്മുടെ റോഡ് കേടായി കിടക്കല്ലേ? അവർ ചോദിക്കും, ഞങ്ങൾക്ക് ഇന്ന് വെള്ളം ഇപ്പോൾ ഒരാഴ്ച ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലോ സഖാവേ, അല്ലെങ്കിൽ ചേട്ടാ എന്ന് ചോദിക്കും. അത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ അതല്ല ഈ ഒരു ഇലക്ഷൻ്റെ വിഷയം, ഇതിനേക്കാൾ അപ്പുറത്തുള്ളൊരു വേറൊരു വലിയൊരു വിശാലമായ ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് പറയേണ്ട ആൾക്കാർ പറയാണ്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ ഇതാണ് എന്നോട് ചോദിക്കുക. ഈ പ്രശ്നത്തിൻ്റെ പേരിലായിരിക്കും ആൾക്കാർ വോട്ട് നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പ്രയോറിറ്റി മീഡിയകളും കൂടി നിശ്ചയിക്കേണ്ടതാണ്. കാരണം ഈ ഒരു ഇലക്ഷനിൽ ജനങ്ങൾ മാത്രം പങ്കെടുക്കുന്നതല്ല. ഇപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ, ഇപ്പോൾ ഇവിടുത്തെ തൃശ്ശൂരിൽ മീഡിയയിൽ നോക്കുമ്പോൾ വലിയ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഇലക്ഷനിൽ അവർ കുറേ പൈങ്കിളി കഥകളും ഓരോ കാര്യങ്ങളും ആണ് കൂടുതലായിട്ടും അവർ കൊണ്ടുവരുന്നത്. അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ഈ നിഷ്കളങ്കമായിട്ടുള്ള പത്രപ്രവർത്തനം എന്നല്ലത്. അതാരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്, നമുക്കും ഇഷ്ടം തോന്നും, നമ്മളെ പറ്റിയുമൊക്കെ അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ബേസിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂസിനെ പറ്റി ഡിസ്കസ് ചെയ്യിക്കുന്നതിലേക്ക് നമ്മൾ ആളുകൾ കൊണ്ടുവരിക എന്ന് പറയുന്നത്. അതേസമയത്ത് അവരുടെ പ്രൊപ്പഗൻഡ, ഇത് NDA വളരെ പ്ലാൻ ചെയ്ത RSSൻ്റെ പ്രൊപ്പഗൻഡ മിഷനറി നമ്മളറിയാതെ അവർ ചെയ്യുന്നൊരു വർഗീയമായ കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഇവിടുത്തെ വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി അവിടെ ചെയ്തത് എന്താണ്, സുൽത്താൻ ബത്തേരി, ബോധപൂർവ്വം ചെയ്യുന്നു. അവർ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് വരുന്നു. അത് അവിടുത്തെ മീഡിയ അത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ആരാടി ചർച്ച ചെയ്യാൻ പോകുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ മീഡിയകൾക്ക് തോന്നേണ്ട ഒരു കാര്യം ഇതല്ലല്ലോ ചർച്ച ചെയ്യാൻ പറഞ്ഞോട്ടെ. ഞാനിവിടെ ബോധപൂർവം ചെയ്യുന്നതാ, വലിയ പ്ലാനിന്റെ ഭാഗമായിട്ട് തന്നെ ബോധപൂർവം ചെയ്യുന്നു എന്നുള്ളത് അവരുടെ പ്രശ്നമാണ്, അവരുടെ ലക്ഷ്യമാണ്, അജണ്ടയാണ്. ആ അജണ്ട എന്തിനാണ് നമ്മുടെ മീഡിയ ഏറ്റെടുക്കുന്നത്? എന്തിനാണ് ഏറ്റെടുക്കുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളും പാർട്ടികളും മാത്രമല്ല ഇൻവോൾവ് ചെയ്യുന്നത്. നിഷ്പക്ഷമായ ഒരു മാധ്യമം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട് ഇവിടെ ജനാധിപത്യത്തിൽ. ആ മാധ്യമ ലോകം രാഷ്ട്രീയ പാർട്ടികളെയും ജനങ്ങളെയും ഇടയിൽ ഒരു വെളിച്ചം പകരുന്ന ഒരു സംഗതിയുണ്ട്. ചിലപ്പോൾ ഒരു മുന്നണി, ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങളെ കബളിപ്പിക്കുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു, എന്നിട്ട് അവർ ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടെ വിജിലൻ്റായി നിൽക്കേണ്ട ആൾക്കാർ ആരാണ്? മീഡിയയാണ്. ആ മീഡിയ അവിടെ അതല്ല, അവിടേക്ക് നമ്മൾ ലൈറ്റ് കൊടുത്തിട്ട് ഇതാണ് സത്യമെന്ന് പറയുന്നു. ഇപ്പോൾ ഒരു കയറ് കാണുമ്പോൾ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കാനും പാമ്പിനെ കണ്ട കയറാണെന്ന് തെറ്റിദ്ധരിക്കാം. പക്ഷെ നിങ്ങളവിടെ വെളിച്ചം വീശിക്കഴിഞ്ഞാൽ ഇത് പാമ്പല്ല, ഇത് കയറാന്നുള്ളത് മനസ്സിലാവില്ലേ? അത് കൊടുക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് മീഡിയയാണ്. മീഡിയ അക്കാര്യത്തിൽ കാണിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു മീഡിയ എന്ന് പറയുന്ന മീഡിയ മാനേജ്മെൻറ്റ്സ്. ഒരു മീഡിയ പ്രവർത്തകനും ഈ മനസ്സുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു ശരിക്കും നല്ല മീഡിയ പ്രവർത്തകർ പല മീഡിയ പ്രവർത്തകരും വെറും പലപ്പോഴും ഒരു എംപ്ലോയീസ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അവർ ഒരു ജോലി ചെയ്യുന്ന പോലെ. പക്ഷേ സത്യം പറഞ്ഞ മീഡിയ പ്രവർത്തനമാണ് സത്യത്തിലൊരു ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി.
ഇതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആണെന്നുള്ള രീതിയിലുള്ള മീഡിയ പ്രവർത്തനം ഇല്ലാത്തത് നമ്മുടെ ജനാധിപത്യത്തിനും ഇവർക്ക് വളരാനുള്ള വലിയൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഇലക്ഷനിൽ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ജനാധിപത്യം മതേതരത്വം പോലെയുള്ള വളരെ ഗുരുതരമായ വിഷയങ്ങളും പിന്നെ കോർപ്പറേറ്റ്സിൻ്റെ ഇപ്പോൾ നമ്മൾ ഇലക്ട്രൽ ബോണ്ട് കറപ്ഷൻ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. BJP ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം അവർ കറപ്ഷൻ സംബന്ധിച്ച് അവർ വളരെ ട്രാൻസ്പെറൻ്റ് ആണെന്നുള്ളതായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അത് വെറും ബോഗസാന്നുള്ളത് തെളിഞ്ഞല്ലോ. അപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കോർപ്പറേറ്റ്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന നയപരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ഒരു കറപ്ഷനാണ്. ഇറ്റ് ഈസ് എമൗണ്ട് ടു കറപ്ഷൻ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെടുത്ത സമീപനം അത് കറപ്ഷനാണല്ലോ. അത് എവിടെയാണ് അത് ഫോക്കസ് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കറപ്ഷൻ കൊണ്ടുവന്നു. അത് നിയമം നിയമാനുസൃതമായ കറപ്ഷൻ, നിയമത്തിന്റെ പിൻബലത്തോടു കൂടി കറപ്ഷൻ നടത്തുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ലോകത്ത് ഒരു സ്ഥലത്തും ഇങ്ങനൊരു കറപ്ഷൻ നടന്നിട്ടുണ്ടാവില്ല. അതും ചെറുതോ, 10,000-കണക്കിന് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് അവർ വാങ്ങി. 2 രാഷ്ട്രീയ ഇടതുപക്ഷ പാർട്ടികൾ മാത്രം ഇത് വാങ്ങിയില്ലെന്ന് മാത്രമല്ല, അതിനെതിരെ കോടതിയിൽ പോയി അത് വിജയിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഗ്രേസ് ഇടതുപക്ഷത്തിന് കൊടുക്കാനോ ഇവർ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ പോലും മീഡിയകൾക്ക് യാതൊരു തരത്തിലും താല്പര്യമില്ല എന്നുള്ളതാണ്. അവർ വളരെ സാധാരണ സംഭവം പോലെ ആക്കിയെടുത്ത് അതിനെ സപ്രസ് ചെയ്യിക്കുന്ന രീതിയാണ്. ഇങ്ങനെയുള്ള പല വെല്ലുവിളികളും ഈ ഇലക്ഷനിൽ നമ്മൾ നേരിടുന്നുണ്ട്. ഈ ഇന്ത്യ മുന്നണി അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളൊരു പ്രതീക്ഷയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ പ്രാദേശികമായിട്ടുള്ള പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഇനി ഒരു 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. മാക്സിമം പോയാൽ ഒരു മാസത്തെ ഇലക്ഷൻ പ്രോസസ്സിനകത്ത് ഈ പറയുന്ന ഒരു പല ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളിലും സർവേകളിലുമൊക്കെ NDAക്ക് മുമ്പത്തെ ഇലക്ഷനെക്കാട്ടിലും സീറ്റുകൾ കുറയാനുള്ള സാധ്യതകൾ പ്രവചിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പോലും ആ ഒരു കെട്ടുറപ്പോ ആ ഒരു ശക്തിയോ കാണിക്കുന്നത് ഈ പറഞ്ഞ പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്നതിൽ ദുർബലമായി പോകുന്നുണ്ടെന്ന് തന്നെയാണ് നിരീക്ഷണം. സത്യം പറഞ്ഞാൽ കേജ്രിവാളിന്റെ അറസ്റ്റ് NDA സംബന്ധിച്ചിടത്തോളം വേറെ തരത്തിലുള്ള ഒരു കെട്ടുറപ്പിന്റെ ഇന്ധനമായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്. അതിനകത്തുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രവർത്തനങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നിതീഷ് കുമാർ മാറിയതും അപ്പോൾ ഇന്ത്യ മുന്നണിയെ അവർ ഇപ്പോൾ നമ്മളൊരു പൊളിറ്റിക്കൽ എത്തിക്സ് ഒന്നും അല്ല BJP സംബന്ധിച്ചൊരു ബാധകമായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അവരതിനെ എങ്ങനെ ടോർപിഡോ ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ ഭരണം ശക്തി എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും പിന്നെ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റ് രീതിയിലൊക്കെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആളുകളായിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മൾ RSS ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരായിട്ട് നമ്മളെല്ലാവരും ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒന്നിപ്പിക്കുന്നതിൽ പല രീതിയിലുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ അതിനെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ പറയുന്ന പവർ വ്യൂ ഇതാണ് ഈ നിതീഷ് കുമാറിനെ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ പർച്ചേസ് ചെയ്യാനുണ്ട്. കോർപ്പറേറ്റ്സും ഭരണം കൂടി പർച്ചേസ് ചെയ്ത് ഇയാൾ അപ്പുറത്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. പക്ഷേ ഇതിന് ശേഷം BJP പിന്നെ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു മുന്നേറ്റം ഇന്ത്യയിൽ മൊത്തത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ സംഭവവികാസങ്ങൾ, ഡൽഹി റാലിക്ക് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. മീഡിയകൾ ആ രീതിയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളൊരു മുന്നേറ്റത്തെ അവർ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ഈ കർഷക സമരം പോലുള്ള സമരങ്ങളിൽ ഉള്ള പ്രതിഷേധങ്ങളൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. കെജ്രിവാളിൻ്റെ അറസ്റ്റ്, അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ ഈ ഒരു മതേതരത്വം തകരുമോ എന്നുള്ളൊരു ഭയപ്പാട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം മൊത്തത്തിൽ ഇന്ത്യയിൽ NDAക്കെതിരാണ് രാഷ്ട്രീയം. അതിനെങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയമായിട്ട് എൻകേഷ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു സംഗതിയാണ് ഇന്ത്യ മുന്നണി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം. ഇതിൽ BJPക്ക് 400 സീറ്റ് കിട്ടും എന്നൊരു വലിയൊരു പ്രൊപ്പഗൻഡ ഈ മീഡിയകളൊക്കെ കൂടി പറയാണ്. ഇതിൻ്റെ ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ഒരു തരം യാതൊരു വസ്തുതാവിരുദ്ധമായൊരു കാര്യം. ഈ നരേന്ദ്രമോദി 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയാണ് പറയുന്നത് കേരളത്തിൽ ഡബിൾ ഡിജിറ്റ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഇത് സാധാരണ സുരേന്ദ്രനോ അല്ലെങ്കിൽ V മുരളീധരനോ അല്ല പറയുന്നത്. ഇന്ത്യ ഭരിക്കുന്ന ഇവരുടെ ഹെഡ് ഓഫ് NDA എന്ന് പറയുന്ന ആൾ പറയുന്നത് ഈ കേരളത്തിൽ 10 സീറ്റ് കിട്ടും. അപ്പോൾ 400 സീറ്റിൽ 10 ഇവിടുത്തെയാണ്.
അപ്പോൾ ഇവിടെ 10 സീറ്റ് കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ഒരു സീറ്റ് കിട്ടില്ല കീഴ്പ്പെട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ കിട്ടില്ല. ഒരു ഒറ്റ സീറ്റ് പോലും ഇവിടെ കിട്ടില്ല എന്നറിയാം. സൗത്ത് ഇന്ത്യയിൽ ഒറ്റ സീറ്റ് കിട്ടില്ല. പിന്നെ ഇവർക്ക് സീറ്റ് കിട്ടുന്ന എവിടെയാണ്? ഇപ്പോൾ പിന്നെ മഹാരാഷ്ട്രയിൽ അവർക്ക് CPM പറ്റില്ല. പഞ്ചാബിൽ ഈ സാഹചര്യത്തിൽ അവർക്ക് സീറ്റ് കിട്ടില്ല. ഡൽഹിയിൽ അവർക്ക് സീറ്റ് കിട്ടാൻ പോകുന്നില്ല. പിന്നെ വെസ്റ്റ് ബംഗാളിൽ അവർക്ക് സീറ്റ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഈ ബീഹാറിലും ഈ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ അവർ പറയുന്ന പോലെ ഒരു സ്വീപ്പ് നടത്താൻ അവർക്ക് ഈ നിതീഷ് കുമാറിനെ കൊണ്ടുവച്ചുകൊണ്ട് മാത്രം നടത്താൻ പറ്റിക്കൊള്ളുന്നില്ല. ഈ രാജസ്ഥാനിലും മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ, ഇപ്പോൾ കർണാടക, ഇപ്പോൾ സൗത്ത് ഇന്ത്യ മൊത്തം എടുക്കുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, തെലങ്കാന, കേരളം തുടങ്ങിയ സ്റ്റേറ്റുകൾ ഒക്കെ പിന്നെ ഇന്ത്യ മുന്നണിക്കാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ ഒരു ഒറ്റക്കക്ഷി എന്ന നിലയിൽ കോൺഗ്രസോ BJP എന്നൊരു ചോദ്യം കൂടി ഇല്ല ഇപ്രാവശ്യം. മൊത്തത്തിലൊരു മുന്നണി എന്ന നിലയിൽ ഗ്രൂപ്പിട്ട് വരുന്നതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാ അർത്ഥത്തിലും ഒരു ഹോപ്പ് നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന സർവേ റിപ്പോർട്ടുകളിലൊക്കെ കാണിക്കുന്നത് UP BJP സീറ്റ് കുറയുന്നതാണ്. അത് UP മാത്രമല്ല സംഭവിക്കുക. UP സീറ്റ് കുറയുമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സീറ്റ് കുറയുന്ന ഒരു സ്ഥലം ബീഹാറായിരിക്കും, മധ്യപ്രദേശിലുണ്ടായിരിക്കും, രാജസ്ഥാനിലും സംഭവിക്കും. ഇതൊക്കെ വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഒരു ഹോപ്പ് ഉണ്ടെന്ന് മാത്രമല്ല, NDA 400 സീറ്റ് പിടിക്കുമെന്ന് പറയുന്നത് വെറും പ്രൊപ്പഗൻഡയാണ്, നുണയാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഞങ്ങൾ തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു ഭീതി സൃഷ്ടിച്ച് അവർ ഈ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ മുഴുവനും വരുതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കെട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ BJPക്ക് നിൽക്കാൻ കഴിയില്ല. ചീട്ടുകൊട്ടാരം പോലെ BJP തകരും ഇന്ത്യയിൽ. അത് ഈ ഇത്തവണത്തെ 2024 ഇലക്ഷനിൽ എൻ്റെ ശുഭാപ്തി വിശ്വാസം BJP ആഗ്രഹിക്കുന്ന മട്ടിൽ ഒരു റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഇതിൽ കോൺഗ്രസ് എടുക്കുന്ന റോളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംശയാസ്പദമായിട്ടുള്ള കാര്യം. എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് ഒരു പവർ പൊളിറ്റിക്സാണ് അവർ കളിക്കുന്നത്, അതായത് അധികാര രാഷ്ട്രീയം. അവർ ബേസിക്കായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഈ കോർപ്പറേറ്റുകളുമായിട്ടുള്ള ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഇറക്കിയപ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടായില്ല, അവരും ഒരു പങ്ക് പറ്റി ഇലക്ട്രൽ ബോണ്ടിൽ പറ്റി. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവരൊരു ആ രീതി അവർ കാലങ്ങളായി തുടരുന്ന ഒരു കാര്യമാണ്. ജനങ്ങളല്ല അവർ സപ്പോർട്ട് ചെയ്യുന്നത്, കോർപ്പറേറ്റ്സ് തന്നെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ നയത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും BJPക്ക് ബദലാൻ തോന്നാത്തതിൻ്റെ ഒരു കാര്യം അതാണ്. പിന്നെ നമ്മളൊരു BJP ഉയർത്തുന്ന ഒരു മതരാഷ്ട്രവാദ പ്രശ്നങ്ങളിൽ ഇപ്പോൾ CAA അതാണല്ലോ ഇപ്പോൾ മതരാഷ്ട്രത്തിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണ് വാസ്തവത്തിൽ. ഒരു ടെസ്റ്റ് ഡോസാണ് ഈ നിയമം എന്ന് പറയുന്നത്. ആ നിയമത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്ന മൗനം അത് BJPക്ക് സഹായമായിട്ടൊരു കാര്യമാണ്. ബാബറി മസ്ജിദ് ഇഷ്യൂവിൽ അവിടെ ക്ഷേത്രം പണിയുന്ന ഘട്ടത്തിൽ ആ ക്ഷേത്രം പണിയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ശക്തമായ ഒരു മതേതര നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നതല്ല BJP കോൺഗ്രസ് ചെയ്തത്. ഞങ്ങൾ BJPക്കാൾ മുമ്പിൽ ആണെന്ന് പറയാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ അവരെന്താ വെച്ചാൽ നിലവിലുള്ളൊരു സാഹചര്യത്തെ ഞങ്ങൾക്കും കൂടി അനുകൂലമാക്കിയെടുക്കാൻ വേണ്ടി BJP ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹിന്ദുത്വ അന്തരീക്ഷത്തിൽ ഞങ്ങൾ പങ്കാളികളാകാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ ആ അന്തരീക്ഷത്തെ മാറ്റുക എന്നുള്ളതല്ല. ഇപ്പോൾ മഹാത്മാഗാന്ധിയൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഇന്ത്യ വിഭജനം ഉണ്ടായ സമയത്ത് ഒരു ഹിന്ദു മുസ്ലിം സ്പർദ്ധയുടെ അന്തരീക്ഷമായിരുന്നു നമ്മുടെ നോർത്ത് ഇന്ത്യ മുഴുവനും. അപ്പം ആ സമയത്ത് ഒരു ദേശീയ നേതാവിന് ധൈര്യമില്ലാത്ത കാര്യമാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. ഗാന്ധി പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ത്യ പിന്നെ അന്നൊരു RSS കൊണ്ടുവന്ന ഏറ്റവും വലിയ പ്രൊപ്പഗൻഡ എന്താണെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനിന് അത്ര മുസ്ലിംസിനെ അവിടുന്ന് ഹിന്ദുക്കളെ ഇങ്ങോട്ടേക്ക് ആട്ടിപ്പായിക്കുന്നുണ്ടോ അത്രയും മുസ്ലിംസിനെ ഇവിടുന്ന് അങ്ങോട്ട് വിടണം എന്ന് പറഞ്ഞു. അതൊരു വലിയൊരു അപ്പോൾ അതിന് ഭയങ്കര സ്വീകാര്യത ഉണ്ടായിരുന്നു. ഈവൻ ഈ സർദാർ വല്ലഭായ് പട്ടേൽ പോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മഹാത്മാഗാന്ധിക്ക് പറയാൻ പറ്റിയെന്ന് വെച്ചാൽ ഒരു കാരണവശാലും
ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കളെയോ മുസ്ലിങ്ങളെയോ അല്ല, എല്ലാവരും ഇന്ത്യയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരാളെ പോലും അങ്ങോട്ടേക്ക് ഇവിടുന്ന് പറഞ്ഞയക്കില്ല എന്ന് മാത്രമല്ല, അത് ഒരു കാരണവശാലും നമ്മൾ സ്വപ്നം കണ്ട ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്ന് പറയാനൊരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മതേതര ഇന്ത്യ നിലനിന്നത്. അത് പറയാനിപ്പോൾ കോൺഗ്രസ് പറ്റുന്നില്ല. ഗാന്ധി ഇല്ല, ഇപ്പോൾ ഗാന്ധി ഇല്ല, ഗാന്ധിസം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വ്യക്തി മാത്രമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ആശയങ്ങളും കൂടി ഉണ്ടല്ലോ അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ടൊരു പ്രശ്നമാണ്. BJP നേരിടുന്നല്ല, കോൺഗ്രസ് നേരിടുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അവർക്ക് ഇതിൻ്റെ ഒരു കുന്തമണിയായി നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആശയപരമായി തീരെ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ നേതാക്കന്മാർ മുഴുവനും യാതൊരു തരത്തിലുള്ള പശ്ചാത്താപം ഇല്ലാതെ BJPയിലേക്ക് പോകുന്നതിന് കാരണം എന്താ വെച്ചാൽ അവർക്ക് പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ പ്രത്യയശാസ്ത്രപരമായി നമ്മൾ ആരെ എതിർക്കുന്നോ ആ എതിർക്കുന്നവരിലേക്ക് നമ്മൾ ചേക്കേറുന്നത് ഒരു മാനസികമായി നമ്മളെ വല്ലാതെ വെല്ലുവിളി ഉണ്ടാക്കുന്നവർക്ക്. അവർക്ക് ആ വെല്ലുവിളി ഇല്ല, പ്രശ്നങ്ങളില്ല അവർക്ക്. കാരണം എന്താ വെച്ചാൽ അവരതാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത് കരുണാകരൻ്റെയൊക്കെ ഒരു ലെഗസിയൊക്കെ കൂടെ ഉള്ളൊരു സ്ഥലവും കൂടിയിട്ടാണല്ലോ. അപ്പോൾ മുരളീധരനെ ഇങ്ങോട്ടേക്ക് വരുത്താനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് തോന്നിയത് പത്മജ ആ സമയത്ത് NDAയിലേക്ക് പോയതും കൂടി അതിനെ കൗണ്ടർ ചെയ്യാന്നുള്ളൊരു കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ടാക്കണതാണ്. അതായത് പത്മജ BJPയിലേക്ക് പോയതുകൊണ്ട് അതിനെ കവർ ചെയ്യാനാണ് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നത് അത് ഇതുവരെ യാതൊരു ബന്ധമില്ല. സത്യത്തിൽ അതിന് വേറെ ചില കാരണങ്ങളുണ്ട്, വേറെ ചില പാക്കേജുകളാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് മനസ്സിലാവും. ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NDA കൊടുക്കുന്ന ഒരു പാക്കേജ് മതി അവർക്ക് ഒരു അപ്പുറത്തേക്ക് മാറാനൊക്കെ. അതുപോലെ കോൺഗ്രസിനകത്തുള്ളൊരു പാക്കേജിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ പത്മജ പോയതുകൊണ്ട് മാത്രമാണ്, പത്മജ പോയതിന് പരിഹാരമല്ലല്ലോ മുരളി വരുന്നത്. ഞാൻ തൃശ്ശൂരിലെ ഇവരുടെ രണ്ടുപേരുടെ സാന്നിധ്യം അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം പത്മജ BJPയിലേക്ക് പോയാൽ പകരം മുരളീധരനെ കൊണ്ടുവരാന്നുള്ളതല്ല അതിന് മറുപടി എന്ന് പറയുന്നത്. അത് ഗുണത്തേക്കാൾ അവർക്ക് ദോഷം ചെയ്യുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ തന്നെ നമ്മുടെ അനുഭവം ഉണ്ടല്ലോ. ഇപ്പോൾ പത്മജ നേരെ കോൺഗ്രസ് BJPയിലേക്ക് ചേരാൻ പത്മജയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? പത്മജ കരുണാകരൻ്റെ മകളാണല്ലോ, ലീഡറുടെ മകളാണ്. അപ്പോൾ ഇത്രയും വലിയ നേതാക്കന്മാരുടെ മകയൊക്കെയാണ് മകന് BJPയിലേക്ക് ചേരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായോ? ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. അപ്പോൾ BJPയിലേക്ക് ചേരാനും BJPക്കാരനാവാനും BJPക്ക് സപ്പോർട്ട് ചെയ്യാനും ഒരു പ്രയാസം അവരെ സംബന്ധിച്ചില്ല. ഇപ്പോൾ ശശി തരൂരടക്കമുള്ള ആളുകൾ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും അവർ ആശയങ്ങളെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നത്. അത് ശരിയാണ്, അങ്ങനെയാണ്. അപ്പോൾ ഈ ചില കാര്യങ്ങളിൽ ഇപ്പോൾ നരേന്ദ്രമോദിയൊക്കെ ഈ പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ടൊരു ബിംബവൽക്കരിക്കുമ്പോൾ ആ ബിംബത്തെ ആദരിക്കുന്ന ഒരു മനസ്സ് പലപ്പോഴും കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവുന്നുണ്ട്. അവർക്ക് അറിയണ്ടേ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫെയിമാണെന്ന് മനസ്സിലാക്കണ്ടേ. അത് മനസ്സിലാക്കാൻ പോലും കഴിയാതെ അതിനവർ ഓൺ ചെയ്യാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഈ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്നുണ്ടെങ്കിലും ഇന്ത്യ സഖ്യത്തിന് വലിയ ഹോപ്പ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ദിവസം പോകുന്തോറുണ്ട്. ഇപ്പോൾ ഈ 10 ദിവസം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇലക്ഷനാണ്. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട ഇലക്ഷനിലൊക്കെ വരാൻ പോകുന്നത്. 7 ഘട്ടങ്ങളായി നടക്കുന്ന ഇലക്ഷൻ്റെ ഓരോ ഘട്ടം കഴിയും തോറും എനിക്ക് തോന്നുന്നു BJPയുടെ നില പരുങ്ങില്ലാവും എന്നുള്ളതാണ് എനിക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം. കേരളത്തിലേക്ക് കൃത്യമായിട്ട് വരുന്ന സമയത്തെ ഈ വൈരുദ്ധ്യം, അതായത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന മുന്നണികൾ തന്നെയാണ് അങ്ങനെ വിശാലാർത്ഥത്തിൽ നോക്കുമ്പോൾ UDFും LDFും അവർ തമ്മിലാണ് നമ്മളിവിടുത്തെ മത്സരം. അത് പല സംസ്ഥാനങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്. ബംഗാളിൽ ഉൾപ്പെടെ ഈ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ദേശീയ രാഷ്ട്രീയം നമ്മൾ സംസാരിക്കണം, മുന്നോട്ട് വയ്ക്കണമെന്ന് പറയുമ്പോഴും LDFും UDFും തമ്മിൽ ഡയറക്റ്റ് മത്സരം വരുമ്പോൾ ഈ കോൺഫ്ലിക്റ്റ് സ്ഥാനാർത്ഥികൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതിനകത്ത് പ്രശ്നമില്ല. കാരണം ഇപ്പോൾ ഈ ഇടതുപക്ഷം ജയിച്ചാലും ഞങ്ങളവിടെ പോയാൽ നമ്മൾ ഒരു സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ കമ്പാരിറ്റീവ്ലി വിശ്വസിക്കാൻ കഴിയുന്നത് ഈ LDFിനെയാണെന്നുള്ളത് ഇവിടുത്തെ മതേതര വിശ്വാസികൾക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് നമുക്കൊരു ഏകീകൃതമായ രീതി ഇപ്പോഴും അവലംബിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ സ്ഥിതി നമുക്കറിയാം, കേരളത്തിലെ സ്ഥിതി നമുക്കറിയാം. മറ്റ് പല സ്റ്റേറ്റുകളിലും സെയിം ആയിട്ടുള്ള ഇന്ത്യ മുന്നണിക്കകത്ത് നിൽക്കുന്നവർ തമ്മിൽ തന്നെ മത്സരിക്കേണ്ടി വരും. കാരണം വെച്ചാൽ അവിടുത്തെ രാഷ്ട്രീയ സിറ്റുവേഷൻ അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ കണ്ട കാര്യം അതിവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്നതിൻ്റെ പിന്നിലുള്ള അല്ലെങ്കിൽ അതാണ് ഒരു
ഇന്ത്യ മുന്നണിയെ ബാധിക്കുന്നൊരു പ്രശ്നം. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം UDF തമ്മിലുള്ള മത്സരത്തേക്കാൾ ഉപരി ഇപ്പോൾ സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ BJP സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചിട്ട് ഒരു സീറ്റ് പിടിക്കുക വേണ്ടത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു സീറ്റും കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് ഇന്ത്യ മുന്നണിക്ക്. അപ്പോൾ ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്ന ഉറപ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വന്നിട്ട് മത്സരിച്ചിട്ടാണ് അദ്ദേഹം അവിടെ വരാൻ പോകുന്നത് ദേശീയ തലത്തിൽ. ഇപ്പോൾ KC വേണുഗോപാൽ രാജ്യസഭ മെമ്പർഷിപ്പ് രാജിവെച്ചിട്ടാണ്, അത് ജയിക്കുകയാണെങ്കിൽ രാജ്യസഭ മെമ്പർഷിപ്പ് രാജിവെക്കേണ്ടി വരും. അത് നേരെ കിട്ടാൻ പോകുന്നത് BJPക്കാണ്. ഞാനതാണ് പറഞ്ഞത്, കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിച്ചാലും അവരുടെ ചില അധികാരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെ പിന്നെ ബാലൻസിങ്ങാണ് അവർ നോക്കുന്നുള്ളൂ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF LDF തമ്മിലുള്ള ഫൈറ്റ് ജനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് എതിരായിട്ട് വരുന്നൊരു കാര്യമാണ്. ഇവിടെ നാച്ചുറലായിട്ട് അതാണെന്ന് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം, ഇവിടെ അങ്ങനെ മത്സരം നടക്കുന്നു എന്നറിയാം. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്, രാഹുൽ ഗാന്ധി വരുമ്പോൾ സംഭവിക്കുന്നത് നേരെ മറിച്ചുള്ളൊരു അനുഭവം ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും. അത് ഉണ്ടാക്കുന്നതല്ലാതെ UDF LDF തമ്മിലുള്ള മത്സരം ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവ് ഡിസ്കഷനിലേക്ക് ഇതുവരെ ഫീൽഡിൽ പോയപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യമൊന്നും ഉയർന്നു വന്നിട്ടില്ലായിട്ട് എനിക്ക് അറിയില്ല. ഇടതുപക്ഷം വരണം പാർലമെന്റിൽ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റാണല്ലോ നമ്മുടെ ഇവിടെ നിന്നുണ്ടായിരുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം കൂടണം എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ എന്താണ്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കർഷക സമരത്തിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമാണ് അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇപ്പോൾ എടുത്തു നോക്കിയാൽ തന്നെ ഈ BJPക്കെതിരായിട്ടുള്ള കൃത്യമായ പ്രത്യയശാസ്ത്രപരമായ വ്യക്തതയോടുകൂടി ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി പാർലമെൻറ്റിനകത്ത് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കുറഞ്ഞാൽ ഈ ഒരു BJPയുടെ മാനിപ്പുലേഷൻ വളരെ എളുപ്പത്തിൽ നടക്കും. BJPക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ശക്തമായ സാന്നിധ്യം ഇടതുപക്ഷമാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം പാർലമെൻറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ BJPയെ ഒരു രാഷ്ട്രീയമായി നേരിടുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സ് പാർലമെൻറ്റിനകത്ത് ഉണ്ടാവുള്ളൂ. അല്ലാത്ത ഫോഴ്സുകളൊക്കെ വെള്ളം ചേർക്കുന്ന സമീപനങ്ങളാണ്. ഇപ്പോൾ പൗരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് BJPക്ക് അനുകൂലമാണ്. BJP ഒരു വെല്ലുവിളി കോൺഗ്രസ് ഉയർത്തുന്നില്ല അവിടെ. പക്ഷേ ഇടതുപക്ഷം ഒരു വെല്ലുവിളി ഉയർത്തും. പക്ഷേ ഇടതുപക്ഷത്തിന് അതിനനുസൃതമായിട്ടൊരു ഫോഴ്സ്, ഒരു ശക്തി അവിടെ ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളിക്കൊരു അല്ലെങ്കിൽ ഉയർത്തുന്ന വെല്ലുവിളിക്ക് ശക്തി കൂടും. രാഷ്ട്രീയമായി തന്നെ അവർക്ക് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇപ്പം ഇവിടെ ത്രിപുരയിൽ വിജയിച്ചപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞൊരു വാക്കുണ്ട്. ത്രിപുര ഒരു കൊച്ചു സംസ്ഥാനമാണ്, പക്ഷെ അവിടെ വിജയിച്ചപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വിജയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ത്രിപുരയിലെ വിജയത്തിന് ഞങ്ങൾ പ്രത്യയശാസ്ത്രപരമായി ഞങ്ങൾ നേടിയ വിജയമാണെന്നാണ് മനസ്സിലായത്. അപ്പോൾ അവർ പ്രത്യയശാസ്ത്രപരമായി അവർ നേരിടുന്നത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെയാണ്, അല്ലാതെ കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് മാനേജബിളാണ്. രണ്ടാമത് BJP വീണ്ടും അവിടെ ആവർത്തിച്ച് ജയിച്ചപ്പോൾ നരേന്ദ്രമോദി വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ഈ ത്രിപുരയും കേരളവും തമ്മിൽ ഇത്രയും ദൂരമുള്ള സമയത്ത് കേരളത്തിലെ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് അവിടെ അതേ സമയത്താണോ എനിക്ക് നടന്നത്. എന്നിട്ടും നരേന്ദ്രമോദി പറഞ്ഞത് എന്താ, ഞങ്ങൾ ത്രിപുര വീണ്ടും നേടിയിരിക്കുന്നു, ഇനി ഞങ്ങളുടെ ലക്ഷ്യം കേരളമാണെന്ന്. അപ്പോൾ വളരെ കൃത്യമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും അവർക്ക് ഏറ്റവും കൂടുതൽ ത്രെട്ട് ഉണ്ടാക്കുന്നത് ലെഫ്റ്റാണെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ലെഫ്റ്റിൻ്റെ സാന്നിധ്യം വേണമെന്ന് ഇവിടുത്തെ മതേതര വിശ്വാസികൾക്ക് തോന്നുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അത് വളരെ ക്ലിയറാണ്. അത് ലെഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പാർലമെൻറ്റിനകത്തൊരു ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിന് നേരിടാനുള്ളൊരു കെൽപ്പ് നമ്മുടെ പാർലമെൻറ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ എല്ലാ ഇലക്ഷനും നോക്കുമ്പോൾ, പാർലമെൻറ്റ് ഇലക്ഷനുകൾ നോക്കുന്ന സമയത്ത് നാഷണൽ വിഷയങ്ങളൊക്കെ തന്നെയാണ് സംസാരിക്കേണ്ടത് എന്ന് പറയുമ്പോഴും സംസ്ഥാന രാഷ്ട്രീയം അതിനകത്തൊരു ഘടകമാവാറുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടറൊക്കെ ഇപ്പം നിലനിൽക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം
അടിത്തട്ടിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഈ ഇലക്ഷൻ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും. അതായത് നിലവിൽ നമുക്കിപ്പോൾ ഇന്നതേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്ന് ജനങ്ങളോട് പറയാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇവിടുത്തെ ബൾബ് കത്തിയില്ല എന്നുള്ള കാര്യം മുതൽ പെൻഷൻ കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളടക്കം ആളുകൾ സംസാരിക്കും. അത് എല്ലാ ഇലക്ഷനിലും സംഭവിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ജനവികാരം കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ. യഥാർത്ഥത്തിൽ അങ്ങനെ ജനവികാരം എതിരാവത്തക്ക വിധത്തിൽ കേരള ഗവൺമെൻറ് അത്ര മോശപ്പെട്ട ഗവൺമെൻറ് അല്ല. ഇപ്പോൾ ഗവൺമെൻറ്റിനെ വിമർശിക്കാം, പക്ഷെ ആ വിമർശനമല്ല ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിനെ അസാസിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ക്യാരക്ടർ അസാസിനേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു തേജോവധം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് പല ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ്റെ കാര്യം തന്നെ നോക്കുക. അപ്പോൾ 2019 പ്രളയത്തിനും കോവിഡിന് ശേഷം നമ്മൾ കിറ്റ് കൊടുത്തപ്പോൾ കിറ്റ് കൊടുക്കുന്ന എന്തോ ഒരു വലിയ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ കിറ്റ് കൊടുക്കുന്നത് സ്ഥിരമായിട്ടല്ല, അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കിറ്റ് പിൻവലിച്ചപ്പോൾ ഈ കിറ്റ് കൊടുക്കുന്നതിനെ പറ്റി അധിക്ഷേപിച്ച അതേ ആളുകൾ നേരെ കിറ്റ് പിൻവലിച്ചതിനെ പറ്റിയായി പിന്നെ ചർച്ച. മനസ്സിലായില്ലേ? അപ്പോൾ അതെന്താ വെച്ചാൽ എന്ത് ചെയ്താലും ഇടതുപക്ഷത്തിനെതിരാക്കി കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ പെൻഷൻ്റെ കാര്യത്തിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ് പൈസ തരണം എന്നുള്ളത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആവശ്യം, ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു ആവശ്യം മാത്രമല്ല. അത് കേരളത്തിലെ ജനങ്ങളുടെ റൈറ്റാണ്. നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നികുതി വിഹിതം കേരളത്തിന് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റാണ്. ആ റൈറ്റിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഇവർ BJP സെൻട്രൽ ഗവൺമെൻറ് വളരെ ബോധപൂർവം കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഒരു പ്രതിസന്ധിയിലേക്ക് ആക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 2021 ഇലക്ഷനിൽ LDF വീണ്ടും ജയിക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു അനുഭവമാണ്. എന്താ അനുഭവം? പ്രളയകാലത്ത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ അവർക്ക് നന്നായിട്ട് അറിയാം. കോവിഡ് സമയത്ത് ഗവൺമെൻറ് കൊടുത്ത സപ്പോർട്ട് അവർക്ക് കമ്പാരിറ്റീവ്ലി അവർക്കറിയാം. മറ്റ് സ്റ്റേറ്റുകൾ ചെയ്തും നമ്മൾ ചെയ്തൊക്കെ അവർക്കറിയാം. ഇതവരുടെ അനുഭവമാണ്. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ, കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷനെ പറ്റി അറിയാം. അവരുടെ ഹെൽത്ത് മേഖലയിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ അവർക്കറിയാം. എഡ്യൂക്കേഷൻ മേഖലയിൽ അവർക്ക് കിട്ടിയ നേട്ടങ്ങൾ അവർക്ക് നന്നായി അറിയാം. അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇവരുടെ പ്രൊപ്പഗൻഡ ജനങ്ങളെ ഏറ്റെടുക്കേണ്ടിരുന്നത്. അപ്പോൾ അതിൽ അവർക്കൊരു കാര്യം മനസ്സിലായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്യുന്ന വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പോലെയുള്ള ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ഈ പെൻഷൻ കൊടുക്കുന്നതും പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ എക്സ്ചക്കറിലെ പൈസ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ഫിനാൻഷ്യലായിട്ടുള്ള നമ്മുടെ പിൻബലത്തിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ തകർക്കാൻ എന്താ മാർഗം? നമ്മുടെ ഈ ഫ്ലോ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ഏതൊരു ഗവൺമെൻറ് പ്രതിസന്ധിയിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലോ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് പൈസ ഇല്ലാണ്ടാകുമ്പോൾ ഗവൺമെൻറ്റിന് പല കാര്യങ്ങളും കട്ട് ചെയ്യേണ്ടി വരും. സ്കീമുകൾ കട്ട് ചെയ്യേണ്ടി വരും. പെൻഷൻ പോലുള്ള കാര്യങ്ങൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ പലതുണ്ടാകുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ജനങ്ങളുടെ ഇടയിലാണ്. അതിനെ പൊലിപ്പിച്ചു കൊടുക്കുക. മീഡിയകളും പ്രതിപക്ഷം കൂടി പൊലിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിനെ ബോധപൂർവം മോശപ്പെടുത്തുക എന്ന് പറയുന്നൊരു പരിപാടി നടന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി മീഡിയകൾ ഇത് പറഞ്ഞാലും ശരി, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരുന്ന വിമർശനം നമ്മൾ ചെയ്തേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ അർഹതപ്പെട്ടേക്കാൾ കൂടുതൽ വിമർശനം നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഒരു സംഗതി. ഇപ്പോൾ നമ്മുടെ ഭാഗത്തൊരു ഏത് ഗവൺമെൻറ്റും വിമർശിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഈ ഗവൺമെൻറ്റിനെ പറ്റി വിമർശനങ്ങളുണ്ട്. അപ്പോൾ 2021 ഇലക്ഷനിലും വിമർശനം ഉണ്ടായിട്ടില്ലേ? ആ വിമർശനങ്ങൾ മുഴുവനും തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ജനങ്ങളതിനെ വിലയിരുത്തുമ്പോൾ ആകത്തുകയായിട്ട് വരുന്നത് ഗവൺമെൻറ് അനുകൂലമാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് എതിരായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ അങ്ങനെയാണെങ്കിലും എൻ്റെ വിലയിരുത്തൽ എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോട് വിരോധമല്ല ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു റിവഞ്ചൊന്നും ഇല്ല ജനങ്ങൾക്ക്. ഞങ്ങളോട് പരിഭവമുണ്ട് ജനങ്ങൾക്ക്. ചില കാര്യങ്ങളിൽ പരിഭവങ്ങളുണ്ട്. അവർക്കറിയാം ഈ ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ്റാണെന്നറിയാം.
അത് അവരുടെ പരിഭവമാണ്. ഇപ്പോൾ പെൻഷൻ കിട്ടാത്ത ആളുകളുണ്ട്. ഞാൻ ഇപ്പോൾ ഇന്നലെ ചില കുടുംബയോഗങ്ങളൊക്കെ പോയപ്പോൾ നേരത്തെ കുടുംബയോഗങ്ങളുണ്ടായിട്ടുള്ളൊരു ഫീലിംഗ് അല്ല ആളുകൾക്കിടയിലുള്ളത്. ഭയങ്കര ഒരു വീണ്ടും അവരൊരു ഉണർവുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഇത് ചെയ്തല്ലോ. അപ്പോൾ നമ്മളോട് പറയുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഖാവേ പെൻഷൻ പെട്ടെന്ന് കൊടുക്കണോട്ടാ, കൊടുത്തില്ലേ നമ്മുടെ പല ആളുകളും നമുക്ക് എതിരായി കൊണ്ടിരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. കൂടെ നിന്നിട്ടാ പറയുന്നവർ. അവർ നാളെ മറിച്ച് നോട്ട് ചെയ്യാൻ പോകുന്നില്ല. കുറച്ച് ആൾക്കാരൊക്കെ ചിലപ്പോൾ ആൾ വോട്ട് ചെയ്യിക്കാൻ ഇതാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഒരു അമ്മേനെ ഇടുക്കിയിലൊരു അമ്മയെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയും ഒക്കെ ചെയ്തല്ലോ. എത്ര വലിയൊരു അതിൻ്റെ പിന്നിൽ സത്യം പറഞ്ഞാൽ അത്രയും രീതിയിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ ഈ പെൻഷൻ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്? അതിപ്പോൾ 1200 ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പൈസ കൊണ്ട് കിട്ടുന്ന ഒരു 6 ലക്ഷം ആൾക്കാർക്ക് സെൻട്രൽ ഗവൺമെൻറ് പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല. 400 രൂപ വെച്ചുള്ള സെൻട്രൽ ഗവൺമെൻറ് പൈസ വിഹിതമുണ്ട്, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അതാരെങ്കിലും മീഡിയ ചർച്ച ചെയ്യുന്നുണ്ടോ? ആ പെൻഷൻ കിട്ടുന്നവർക്ക് 1200 കിട്ടിയിട്ടുള്ളൂ, 800 രൂപ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അല്ല, എത്ര 1200 വീതം കിട്ടിയില്ല, 1600 കിട്ടിയിട്ടില്ല, 2400 കിട്ടിയിട്ടുള്ളൂ. ബാക്കി പിന്നെ 800 രൂപ പെൻഡിങ്ങാണ്. ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഏത് വിധേനയും പിന്നെ എന്താ പറയുക, അവരെ ഡിമോറലൈസ് ചെയ്യുക എന്നുള്ള രീതി ഈ കേരളത്തിലുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പെൻഷനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ മാറി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്നൊരു റിപ്പോർട്ട്. പിന്നെ 2019 ഉണ്ടായിട്ടുള്ള ഒരു സ്വീപ്പിംഗ് എന്ന് പറയുന്നത് ഇത്തവണ കോൺഗ്രസിന് ഉണ്ടാവില്ല. എത്ര സീറ്റ് എങ്ങനെ വരുന്ന ഒരു നമുക്ക് എങ്ങനെ പോലെ ഒരു 2004 ആവർത്തിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 2004 പോലെ തന്നെ ഒരു വലിയൊരു മുന്നേറ്റം കേരളത്തിലുണ്ടാവും, യാതൊരു സംശയമില്ല. തൃശ്ശൂർ എത്ര ഭൂരിപക്ഷം കിട്ടുന്നത്? ഭൂരിപക്ഷം എനിക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാനിപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി എന്നാൽ ഇത്ര ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെ പറയുന്നത് അതൊരു ശരിയായിട്ടുള്ള രീതിയാവില്ല. എന്തായാലും നല്ല ഒരു വിജയം ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ, സംശയമില്ല.